റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ കഞ്ചാവ് കൃഷി കണ്ടെത്തിയതിൽ അന്വേഷണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വ്യാജമായി കെട്ടിച്ചമച്ച ആരോപണമാണോ എന്നതടക്കം പരിശോധിക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ വനം മന്ത്രിക്ക് കത്തയച്ചു. വനംവകുപ്പ് ഓഫീസിൽ മറ്റേ കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിലുള്ള നിലവിലുള്ള ഒരു നടപടി എങ്ങനെയാ പുരോഗമിക്കുന്നത്? അത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഓ, അതങ്ങനെ റിപ്പോർട്ട് അങ്ങനെ കിട്ടും? അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ? അല്ല, അത് ആദ്യം കിട്ടിയ റിപ്പോർട്ട് പോരാന്നോർക്കാണല്ലോ ഇപ്പൊ എല്ലാവരും വിശദമായി ചോദ്യം ചെയ്തിട്ടുള്ള പൂർണ്ണമായ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, എന്താണ് വനം മന്ത്രി വ്യക്തമാക്കുന്നത്? എന്താണ് എം.എൽ.എ ഈ വനം മന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്? വേണു, ഈ ഒരു വിഷയത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് മന്ത്രി നമ്മളോട് പങ്കുവച്ചത്. പ്രധാനമായും ഇത് ഒരു കെട്ടിച്ചമച്ച ആരോപണമാണോ എന്നുള്ളൊരു സംശയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BR ജയനെതിരെയുള്ള ഒരു ആരോപണമാണത്. അതായത് അദ്ദേഹത്തിനെതിരെ നടപടി നേരിട്ടതിന് ശേഷമാണോ ഇത്തരത്തിലുള്ള ഒരു ഈ റിപ്പോർട്ട് നൽകിയത് എന്നുള്ള കാര്യത്തിലായിരുന്നു വലിയ സംശയമുള്ളത്. ആ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കഞ്ചാവ് കണ്ടെത്തിയ ഒരു സംഭവം പുറത്തു വന്നാൽ അല്ലെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ബാധിക്കുക വനം വകുപ്പിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വസ്തുത പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വേഗത്തിലാക്കാൻ ഈ ഒരു നടപടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ വേഗത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് ഈ വനം വകുപ്പ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ആ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങളിൽ രണ്ട് തരത്തിലുള്ള, അതായത് ഈ ആരോപണ ഈ കഞ്ചാവ് സംഭവം ഉണ്ടായി, ഈ കഞ്ചാവ് നട്ടു വളർത്തിയെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത ആൾക്കെതിരെയുള്ള ആരോപണം, ഒപ്പം തന്നെ ഈ കഞ്ചാവ് നട്ടു വളർത്തിയെന്ന് പറയുന്ന ആരോപണം, ഈ രണ്ട് കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്, അതിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വസ്തുത എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ, കെട്ടിച്ചമച്ചതാണോ ഈ ആരോപണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു കത്ത് മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ കത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പോലീസും അതുപോലെ തന്നെ എക്സൈസും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ സ്ഥലത്ത് ഈ ഓഫീസിൽ ഇത്തരത്തിലൊരു കഞ്ചാവ് ചെടി വളർത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പിന് അപ്പുറത്തേക്ക് പോലീസും എക്സൈസും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യവും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് വനം വകുപ്പ് കടന്നിരിക്കുന്നത്. വേണു, ശരി. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.